അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരല്ല. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കും ദർജകൾ ഈമാനും ഇൽമുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ചോദിച്ചാൽ, ഇപ്പൊ നമുക്കറിയാം ഇൽമ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, മതപരമായൊരു വിജ്ഞാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതും അള്ളാഹുവിന്റെ തൗഫീഖാണ്. ഇപ്പൊ ഇൽമിന്റെ ഒരു മഹത്വം അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ അറിവിന്റെ ഒരു മഹത്വം എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ, അപ്പൊ നമുക്കറിയാം നായ എന്ന് പറയുന്നത്, ആ നായ ഒരു പാത്രത്തിൽ തലയിട്ട് കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകണം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു മസലയാണല്ലോ. നായ ഒരു പാത്രത്തിൽ തലയിട്ട് കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകണം. പക്ഷെ വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതേ നായക്ക് നിങ്ങൾ ഇൽമ് കൊടുത്ത് ട്രെയിനിങ് കൊടുത്തു എന്ന് കൂട്ടിക്കോളൂ. നിങ്ങളൊരു പഠിപ്പ് ട്രെയിനിങ് കൊടുത്തു. ആ ട്രെയിനിങ് കൊടുത്ത നായ ഒരു മൃഗത്തെ വേട്ടയാടി കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഭക്ഷിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു പാത്രത്തിൽ തലയിട്ടാൽ 7 വട്ടം കഴുകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ നായക്ക് ഇൽമുണ്ടായി ട്രെയിനിങ് കിട്ടി പഠിപ്പിച്ച നായയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭക്ഷിക്കാം. അപ്പൊ ഇൽമുള്ള നായും ഇൽമില്ലാത്ത നായും വ്യത്യാസമുണ്ട്. അത് ഒരു മൃഗങ്ങൾ, അതൊരു മതപരമായ ഇൽമു പോലല്ല, ഭൗതികമായിട്ടുള്ള ഒരു അധ്യാപനം, ഒരു ട്രെയിനിങ് ആണ്. അതേ സമയത്ത് ആ നായയുടെ കൂടെ തന്നെ നമ്മൾ പഠിപ്പിച്ചു വിടാത്തൊരു നായ കൂടി ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പാടില്ല? ഭക്ഷിക്കാനും പാടില്ല. കാരണം അത് ഈ നായ തന്നെയാണ് പിടിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഒരു മതപരമായ വിജ്ഞാനം നേടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ഫിത്നകൾ വലിയ മല പോലെ വന്നാലും അവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വ്യതിയാനങ്ങൾ സംഭവിക്കുകയില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആദർശം.